ഹായ്, എല്ലാവർക്കും വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. അയ്യോ അപ്പൂസ് സ്വാഗതം പറയലും പോലും കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് നമ്മളെ ഒരു ദിവസത്തെ വിശേഷമായിട്ട് നമ്മൾ കാണിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ നമ്മളൊക്കെ എടുത്തിട്ടുണ്ടാക്കേ രാവിലെ തൊട്ട് നമ്മള് ഇതിന്റെ ക്യാമറയും പിടിച്ച് പിന്നാലെ തന്നെയാണ്. ഇപ്പൊ കൂടുതൽ പറയണില്ല, നമ്മളെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പൊ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് പായത് നീച്ചിട്ടുള്ളൂ, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പം നല്ല കമൻറ്റിലുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ 2 ദിവസമായി ഞങ്ങൾ തന്നെ വിചാരിക്കണം ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ രാവിലെ ടാപ്പിങ്ങിന് പോണ സമയത്ത് നീക്കുമ്പോൾ എനിക്ക് നേരം കിട്ടൂല, മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ നിൽക്കും കേട്ടോ, മടിച്ച് നിൽക്കും. അപ്പോൾ ഇന്ന് അത് ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഏട്ടന് ടാപ്പിങ്ങും ഇല്ല, പിന്നെ നീക്കാനും കുറച്ച് നേരം വൈകിട്ടൊന്ന് കുറേ സമയമായിട്ടുണ്ട്. ഇന്നലെ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ക്ഷീണം. അപ്പോൾ ഇന്നുണ്ട് പണിക്കാർ, ഇനി അവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അമ്മ നീച്ചിട്ടുണ്ട് തോന്നണം, അവിടുന്നൊരു ഒച്ചയൊക്കെ കേൾക്കാനുണ്ട്. എന്തായാലും പുറത്തിറങ്ങി നോക്കട്ടെ. ഇപ്പോൾ പല്ലേക്കണം, കുളിക്കണം, നമ്മളെ കുടുംബക്ഷേത്രത്തിൽ പോകണം ആദ്യം. അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. അതിൻ്റെ ശേഷം വേണം അടുക്കളയിൽ കയറാൻ. ചായ ഉണ്ടാക്കണം. പണിക്കാർ 8 മണിക്ക് വരുള്ളൂ, അപ്പോഴേക്കും ചായ ആക്കണം. പിന്നെ വെറും ചായ മതി രാവിലെ ഒരുക്ക്, പിന്നെ കഞ്ഞിയും ചോറും അങ്ങനെയല്ലേ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ അമ്പലത്തിൽ പോയി കേട്ടോ, എന്നിട്ട് കാണാം. കുളി കഴിഞ്ഞല്ലേ? കുളി കഴിഞ്ഞു കേട്ടോ. കുറച്ച് നേരം വൈകുന്നു. അപ്പൂസ് നീച്ചിട്ടില്ല. അപ്പൂസ് നല്ല ക്ഷീണുണ്ട്. നല്ല ക്ഷീണം. നല്ല സിമെന്റ് ഒക്കെ എടുത്താൽ കൂടി ഇന്നലെ കിടന്നപ്പോ തന്നെ പറയുന്നുണ്ട് കാലൊക്കെ വേദനിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാ ഉറങ്ങിയത് തന്നെ കേട്ടോ. അമ്മ കുളിക്കുന്നുണ്ട്. എല്ലാവർക്കും നേരം വഴിക്കുന്നു, മേല് വേദനയാണ്. അപ്പൊ അമ്പലത്തിലൊന്ന് പോയി എത്തട്ടോ. എന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കാൻ. കൃഷ്ണന് വെക്കാൻ സ്ഥലമല്ല, ഇവിടെ തന്നെ ഉള്ളു അല്ലേ? കൃഷ്ണന് വെക്കാൻ സ്ഥലമല്ല, ഇവിടെ തന്നെ ഉള്ളു, വേറെ സ്ഥലമല്ലാത്തോണ്ട്. ഇപ്പൊ നമുക്ക് അമ്പലത്തിൽ പോരല്ലേ? ഇപ്പൊ നമ്മള് അമ്പലത്തിൽ പോയി വന്നു. അപ്പൊ അമ്മട് പോയിട്ടുള്ളു, അങ്ങോട്ട് പോവാണ്. ബാംഗ്ലൂർ വന്നപ്പോ അമ്മ അങ്ങോട്ട് പോയി. ഇനി അമ്മയും കൂടി വരട്ടെ. എന്നിട്ട് അമ്മ കുറച്ചേരം രാമായണം വായിക്കും. അപ്പൊ കുറച്ചേരം ഒപ്പം ഇരിക്കും. ഞാൻ വായിക്കലൊന്നും ഇല്ല കേട്ടോ, രാത്രി അമ്മ വായിക്കും, ഒപ്പം ഇരുന്ന് ഇങ്ങനെ കുറച്ചേരം കേൾക്കും, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ രാത്രി അമ്മ ഇരുന്ന് വായിക്കുമ്പോ ഒപ്പോടെ കുറച്ചേരം ഇരിക്കും. രാത്രി നമ്മളെല്ലാരും ഇരിക്കും. പിന്നെ അപ്പൂസ് നീക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. കേട്ടോ, സമയം 7:15. ഇതുവരെ തീ പിടിപ്പിച്ചിട്ടൊന്നും ഈ സമയത്ത് ഇങ്ങനെ നീച്ചിട്ടില്ല, ഒന്നും അറിഞ്ഞില്ല. അലാറം വെച്ച് മറ്റേ ടാപ്പിങ്ങിന് പോവാൻ അലാറം വെക്കലുണ്ട്. ഇന്ന് അലാറം അടിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പൂസ് നീച്ചോട്ടോ, അപ്പൂസ് നീച്ചട്ടോ. സമയം കുറയും. ഒന്നാമത് ഇവിടെ വെക്കാനൊന്നും നമുക്കൊന്നും ഇല്ലാത്തോണ്ട് നമ്മൾ അവിടെ ആകുമ്പോ പിന്നെ ഇനി എന്താ തരണേ? പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അടുക്കളയ്ക്ക് പോവാ. എന്തത് എന്ത് തൂയിക്കണേ? സ്ഥലല്ലേ ഇതൊക്കെ പടപ്പം മറിഞ്ഞിടും. പലതും അപ്പൂസിന്റെ മാസ്ക് കേട്ടോ. മാസ്ക് ഇടാതെ സ്കൂളിൽ ചെല്ലാൻ പാടില്ല. കുട്ടികൾക്ക് മാസ്ക് നിർബന്ധം. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക, മാസ്ക് ഇട്ട് പോവുക. സിന്ദൂരം ഞങ്ങൾക്കൊന്നും വേണ്ട, അങ്ങനെ കുറിട്ടാ മതി. ആണോ? ഇത് ഭർത്താവിന്റെ ആയുസിനും ആരോഗ്യത്തിനും കേട്ടോ. സിന്ദൂരം എടുക്കുക. സിന്ദൂരം കഴിഞ്ഞു. സിന്ദൂരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകും. ഗുരുവായൂർ പോണപ്പോ പോരെ? എന്താ പണി? ഇതൊക്കെ രാവിലെ പണിയല്ലേ? ഇതൊക്കെ അതിന്റെ ഇടയിൽ കൂടെ കഴിയും. ഒന്ന് ഡേ മൈ ലൈഫ് നമുക്ക് കൊറേ ചെയ്യാറുണ്ട്. രാവിലെ തൊട്ട് വെറും മേക്കപ്പ് ഇട്ട് രാത്രി വരെ ചെയ്യണ്ട. അപ്പൊ ഇത് മാത്രമേ സമയം കൂടും അല്ലേ?
എന്നാലും ഇതൊക്കെയാണ് പരിപാടി കാണണ്ടേ. അപ്പൊ ഇന്ന് രാവിലെ എന്താ ചായക്കടി? ചായക്ക് കടിയൊന്നും തീരുമാനിച്ചിട്ടില്ല. അടുക്കളയിൽ കയറി നോക്കട്ടെ എന്തൊക്കെയാണ്. ഇന്നലെ തീരുമാനിച്ചില്ല. മതി, സമയമല്ല. എന്റെ കൈ പൊന്തിക്കാൻ കഴിയില്ല വേദനിച്ചിട്ട്. പിന്നെ നമ്മളെ സ്റ്റിക്കും കേടുന്നു. അപ്പൊ ഇനി അപ്പൊ എന്നാ അടുക്കളയ്ക്ക് നേരട്ടോ. അമ്മ വരട്ടെ, അപ്പൊ ഞാൻ ചായക്കുള്ള വെള്ളം വെക്കട്ടെ. ഇത് കണ്ടോ, ഇന്നലെ വിറക് ഇങ്ങനെ വെച്ചിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയത്. ഇതൊരു വെച്ചാ പിന്നെ വിതരം എന്തിനാ സ്ഥലമുള്ളത്. അപ്പൊ ഇതൊരു വാരിയിട്ട് നിരത്തേക്ക് വെക്കട്ടെ. ആ ഗ്യാസ് തന്നെ ചായ വെക്കുന്നത്. ഇത് ചോറ് വെക്കാനേ. അപ്പൊ ആദ്യം ചായക്ക് വെള്ളം വെക്കട്ടോ. ഇത് അമ്മയുടെ കഷായാണ്. കണ്ടോ കഷായം. എന്നാലും ഇത് രാവിലെ തിളപ്പിച്ച് ഈ കുഞ്ഞു പാത്രത്തില് ഒരു പാത്രം ഉണ്ടാവും, നിറച്ചൊന്നുമില്ല കേട്ടോ. അത് കുടിക്കണം വെറും വയറ്റില്. അത് കുടിച്ചതാണ്. ചായ അടുപ്പത്തേക്കട്ടെ. അപ്പൊ അപ്പൂസിന് മാത്രമേ ഞാൻ കുക്കറിൽ ഒരു നാഴി തേച്ചില്ല കേട്ടോ. ഈ കുഞ്ഞു കുക്കറിലിട്ട് അടുപ്പത്തേക്ക്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് മറ്റേ കളവണ്ടി പറഞ്ഞ അരിയില്ലേ ജയ, അത് ഉണ്ട്. അതാണ് പണിക്കാർക്ക് വെക്കുന്നത് കേട്ടോ. അതൊക്കെ പറ്റുള്ളൂ. നമ്മള് പിന്നെ റേഷൻ പിടിയെ തരി നമുക്ക് പറ്റുള്ളൂ. ഈ ഒട്ടണരി പിന്നെ ഞങ്ങൾക്ക് പറ്റുള്ളൂ കേട്ടോ. ഞങ്ങളത് ചോദിച്ചു വാങ്ങലാണ്. പക്ഷെ അളിയാക്ക പണിക്കാർ കൊടുക്കുമ്പോൾ നല്ല കൊടുക്കണ്ടേ. പിന്നെ കുക്കറിൽ വെക്കുമ്പോണ്ടല്ലോ ഒരാൾ പറഞ്ഞു തന്നിരുന്നു കേട്ടോ, ഇങ്ങനെ കുക്കർ തിളച്ച് പുറത്തേക്ക് തൂവി പോവാതെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ പുറത്താക്കി കൊടുത്താൽ മതിയെന്ന്. അപ്പം അതേപോലെ പരീക്ഷിച്ച് ഞാൻ ഇന്നലെ കേട്ടോ. അപ്പം ഞാൻ വിജയിച്ചു. ഞാൻ കറിയാക്കിയിരുന്നു. കറിയാക്കിയപ്പോൾ ഇത് പുറത്തേക്കൊന്നും വന്നില്ല. അപ്പം അതേപോലെ വെളിച്ചെണ്ണ നാക്കി വെക്കട്ടെ കേട്ടോ. ഒരു ചോറ് പുറത്തേക്ക് തിളച്ച് വരലുണ്ട്. ഇല്ല, പക്ഷെ അത് എന്തോ ഒരു പുളിപ്പ് പോലെ തോന്നിക്ക. അതാ ചോദിച്ചേ. അതെ, ഇന്നാള് ബട്ടൂര ഉണ്ടാക്കിയില്ലേ, അത് നമ്മള് മൈദ റവയും വെച്ചിട്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം അമ്മ കടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഗോതമ്പ് പൊടി കൊണ്ട് അങ്ങനെ കാട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ബട്ടൂരന്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാ എന്താണ് അതിലിട്ടത് മറന്നു. അപ്പോ അമ്മ അമ്പലത്തില് പോയെന്നില്ല, അമ്മ വന്നു. നമ്മളെല്ലാരും അല്ലാത്തവരൊക്കെ പോയി വന്നു. പ്രഭാത പരിപാടികൾക്ക് കടന്നിട്ടുണ്ട്. രാമായണം രാമായണം. അപ്പൂസേ ഒരു കയ്യുണ്ട് ഹായ് ആട്ടിക്കാടുന്ന് നോക്ക. സ്കൂളിൽ പോരായിട്ട് നേരമായിട്ട്. എല്ലാരും പ്രാർത്ഥിക്കായിരുന്നാല് ക്യാമറ ഓടിക്കാനാണല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടാളും ഫസ്റ്റ് ഇതായിക്കല്ലേ അവിടെ വയ്ക്കുന്നേ. അപ്പോ ഇന്നലെ എല്ലാരും ചോദിച്ചിരുന്നു തോട്ടത്തെ വെള്ളം വറ്റി എന്നാലും എന്തേ തോട് കാട്ടാഞ്ഞ് ചോദിച്ചിരുന്നു. അപ്പൊ തോട്ടത്തെ വെള്ളം വറ്റി തുടങ്ങിട്ടോ. ഒരു നുള്ളുള്ളൂ. അതിൽ 4 മീനുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. രാമായണം വായിക്കുന്നത് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു. ഇങ്ങനെ വടക്കോട്ടിരുന്നിട്ട് അമ്മ രാമായണം വായിക്കുക അങ്ങനെ പറയുന്ന അറിയില്ല കേട്ടോ. വടക്ക് കിഴക്കോട്ടനെയാണ്. വടക്ക് കാരനപ്പ തീനാൾ തന്നെ മുന്നിൽ നിന്നാണ്ട് എന്ത് പരിപാടി നമ്മൾ ചെയ്യാ അങ്ങനെയല്ല. പടിഞ്ഞാറ് തെക്ക് അല്ല പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്യിലിച്ചവാനിടും നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടുക. അപ്പൊ നമ്മളെ ചായക്കടി ഉണ്ടാക്കണ തിരക്കായിട്ടോ. ഇവിടുന്ന് ഏട്ടനെ എപ്പോഴേക്കും പോയിട്ട് അതുകൊണ്ട് ക്യാമറ ഇത് ഉണ്ടാക്കണതൊന്നും കാണിച്ചു തന്നില്ല. ഇത് ബട്ടൂരന്റെ പോലത്തെ സാധനം തന്നെ കേട്ടോ. കണ്ടോ, ബട്ടൂരന്റെ ഒപ്പം എത്തിയില്ലെങ്കിലും കൂടിയിട്ട് ആ ചൂടുണ്ട് പൊള്ളച്ച് വന്നിട്ടില്ലേ. അപ്പൊ അതിക്ക് ഞാന് മൈദപ്പൊടി, ഗോതമ്പ് പൊടി, കുറച്ച് തൈരും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കുഴച്ച് വെച്ചിരുന്നു. എന്നിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. കണ്ടില്ലേ, അപ്പൊ എത്ര മതിയില്ലേ? ഇതുവരെ ഇത് നമുക്ക് പിന്നെ ഉണ്ടാക്കാം കേട്ടോ. കാലൊക്കെ വേദനിക്കണ് പറയുന്നത്. പിന്നെ അന്ന് സ്കൂളിൽ എന്തൊക്കെയാ പരിപാടികളൊക്കെ ഉണ്ട്, പാട്ടും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ നിക്കണേ. എന്താ കാര്യം പറഞ്ഞു കൊടുത്താ അമ്മ രാമായണം വയ്ക്കുന്നുണ്ട്. നമുക്ക് കൂടുതലൊന്ന് വർത്താനം പറയണ്ടാണ്. പിന്നെ കൂടുതലൊന്നും ഉൾപ്പെടുത്തി നമ്മളെ വീഡിയോ പറയാൻ ലെങ്താവും. ബാക്കി വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് കുറെ ആൾക്കാർ ചോദിച്ച റെസിപ്പി നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഇന്നിപ്പോ അടുവർക്ക് ലാസ്റ്റ് ദിവസമാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം.
നമ്മൾ കഴിക്കാഞ്ഞാൽ മതി. പിന്നെ മീൻ പറ്റിക്കുന്നത് കുറേ ആൾക്കാർ റെസിപ്പി ഉണക്കമീൻ പറ്റിക്കണത് ചോദിച്ചിരുന്നു, അത് കാണിച്ചു തരാം. പിന്നെ ഇപ്പൊക്ക് തൽക്കാലം കുറച്ചുകൂടെ കളയ്ക്കാനൊക്കെ ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ടാക്കുന്നുണ്ട് വീട്ടില്. അപ്പൊ അതൊക്കെ ഞാൻ അവിടെ നിന്ന് പോയി ഒക്കെ റെഡി ആക്കി വരട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങള് അപ്പൊ ചായയൊക്കെ കുടിക്കട്ടെ. ചായ കുടിക്കട്ടെ. പുതുക്കി കറി ഇപ്പൊ അപ്പൂസിന് പോകാൻ വേണ്ടിട്ട് ഞാന് വേഗം സ്പെഷ്യലായിട്ട് സോയാബീനൊക്കെ പൊരിച്ചിരുന്നു. ഇനി അതൊക്കെ കൂട്ടിയിട്ട് ഇത് തിന്നോട്ടെ, കറിയൊന്നും ഉണ്ടാക്കില്ല. അപ്പൊ ഇനി നമുക്ക് മറ്റേ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം, കാരണം കുറെ സമയം കുറെ വഴുകും. മുറ്റം കിടക്കണ കിടപ്പേ കാറ്റടിച്ചിട്ട് തോന്നുന്നില്ല. ഇങ്ങനെ കാണിച്ചെടുക്കാനൊന്നുമില്ല, ഫുള്ളടിച്ചിട്ടുണ്ട് എല്ലായിടത്തും കൂടെ കൊറേ സ്ഥലമുണ്ട്. അപ്പൊ എന്താ അറിയോ, കഞ്ഞി വെച്ചിട്ടില്ല. കഞ്ഞി വെക്കണതിന്റെ മുന്നേ എന്താട്ടി മുറ്റടടിക്കട്ടെ വിചാരിച്ചിട്ട്. ഇനി അഥവാ ഇനി മഴയൊക്കെ ചാറിയാൽ ഇതോടെ പറ്റി കിടക്കും. അപ്പൊ ആദ്യം മുറ്റടിക്കട്ടെ. ചെയ്യണത് എല്ലാ പണിയും നുള്ളിച്ച് എങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. അമ്മേന്റെ രാമായണ വായന കഴിഞ്ഞില്ല, പണിക്കാര് നമ്മളെ അളിയാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി പോവട്ടെ, ഒരത്തേക്ക് പോട്ടെ. പോണ പോക്കിലേക്ക് വെള്ളം കൂടി കൊണ്ടുവേണം പോകാൻ. അപ്പൊ ക്യാമറ പിടിക്കാൻ ആരും ഉണ്ടാവുക നല്ല ഏകദേശം നമ്മൾ കാണിച്ചു തരാം. കോഴിക്കള് അങ്ങോട്ട് ഓടി തന്നെ ഫസ്റ്റ് തിന്നാൻ തരും കൊടുത്ത് വിട്ടേക്ക് ഇങ്ങോട്ടാണ്. അപ്പൊ ഞാൻ പോയിട്ടാ അങ്ങോട്ട്. എന്താ ചായ ഉണ്ടോ അങ്ങോട്ട്? അവർക്ക് ചായ വേണ്ട, അവർക്ക് വെള്ളം മതി. ചുക്കുള്ള എന്നാ കൊണ്ടുപോവാ. വേഗം ആ വിക്കാസ് ഉണ്ട് അവിടെ, വിക്കാസ് കളക്കാൻ വേണം. അതൊന്നിപ്പൊ തന്നെ ചോദിച്ചേക്കണ്ടേ ആരടുത്തലുണ്ടോന്ന് നോക്കട്ടെ. ഇപ്പൊ അങ്ങോട്ട് പോവാ. ഇഞ്ചി ചായ കൊണ്ടാണ്, ചുക്കുകളും കൊണ്ടുപോവാ കേട്ടോ. ചുക്കുകളും കൊണ്ടുപോവാ. നിർത്തി വേണം പറ്റൂലല്ലോ. അപ്പൊ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് അരി അടുപ്പത്തിട്ടു കഞ്ഞി കൊടുക്കാന്. പിന്നെ ഒരു നമ്മളെ ഇവർക്ക് സ്പെഷ്യൽ സാധനം കൊടുക്കുന്നുണ്ട്, കപ്സ കിറ്റ്. ഇന്ന് ലാസ്റ്റ് പണിയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടി കപ്സ കിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ പണിക്കാർക്ക് മാത്രം കുറച്ച് കഞ്ഞി വെച്ചിട്ടുള്ളൂ കേട്ടോ. കഞ്ഞിക്ക് ആകാനായി തുടങ്ങി. കഞ്ഞി ഉണക്കലും കൂടി. ഉണക്കമീൻ പറ്റിക്കുന്ന റെസിപ്പികളോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടമ്മ, അതുകൊണ്ട് നമ്മള് എല്ലാവർക്കും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പണി സ്ഥലത്തിന്റെ അടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി പോകുന്നതാണ്. അപ്പൂസ് കഴിഞ്ഞ അപ്പൂസിന് സ്കൂളിൽ നിന്ന് ശാസ്ത്രമേളപ്പ് പോയില്ല. അപ്പൊ ഓനവിടെ സ്റ്റെപ്പിന് കളിക്കുക, ഞാനവിടെ സിമെന്റ് എടുത്ത് കൊടുക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് ഓടി പോകുന്നതാണ്. നമ്മൾ ഡൈമണ്ട് ലൈഫ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ക്യാമറ എടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മള് ക്വസ്റ്റ്യൻ ആൻസറിന് കമ്മ്യൂണിറ്റി ഇട്ടിരുന്നു, കുറെ ആള് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ റീപ്ലൈ തരട്ടോ. അപ്പൊ ഉടനെ ഞങ്ങൾ ആൻസർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഒരാൾക്കുള്ളതിന് ഡൈമണ്ട് ലൈഫ് ഒരാൾക്കുള്ള ഡേ ഇൻ മൈ ലൈഫ് എന്നായി. അപ്പൊ നല്ല അടിപൊളി തകർപ്പൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്നാലും പറയാട്ടോ. അപ്പൊ ഉണക്കമീന് കണ്ടോ, തളമീനാണ്. കഴുകി അമ്മമ്മേനെ എന്തിനാ വിളിക്കണേ, കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ. അപ്പൊ അരിക്ക് ഇതാണ് ഉണക്കമീൻ വറ്റിക്കൽ ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുത്ത്, കറിവേപ്പില, അതേപോലെ 2 പച്ചമുളക്, ഒരു ഇഞ്ചി ചതയ്ക്കാൻ കിടക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി, ചെറിയ തക്കാളി കൂട്ടിട്ടോ. കാരണം കറി ഇല്ലാതെ ഇങ്ങനെ തോണ്ടി തിന്നാ, കഞ്ഞിക്കിങ്ങനെ തോണ്ടി കൂട്ടൂലേ, അതിനാട്ട ഉണ്ടാക്കണത്. അപ്പൊ എന്നാല് ഞങ്ങൾ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പൊ അമ്മക്കൊരു പാട്ടൊക്കെ, ഒരു കവിത പാടാണ്, പഴയ കവിത. കനകച്ചിലങ്കാക്കിലും കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, ഒഴുകുമുടലാടെ ഒടിയലകൾ ചിന്നി, മതിമോഹന ശുഭനർത്തന മാടുന്ന മഞ്ഞി, മമ മുന്നിൽ നീ മലയാള കവിതേ. കിട്ടില്ലേ? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, ഒഴുകുമുടലാടയിലൊടിയലകൾ ചിന്നി, മതിമോഹന നർത്തന ശുഭനർത്തന മാടും ഈ മനിലെ, മമ മുന്നിൽ നിന്നു മലയാള കവിതേ.
അങ്ങനെ അപ്പൂസ് പണിസ്ഥലത്ത് നിന്ന് ചായക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞോ അപ്പൂസ? കഴിഞ്ഞോ? ഇനി എത്ര എടുക്കാണ്ട്? ഫുള്ളാക്കിയപ്പോ കല്ല് വരെ ഇനി എത്ര താവാണ്ട്? കുറച്ചുകൂടി ഉണ്ട്. ഇപ്പൊ ചായ അടിച്ചതിന് രണ്ടാൾക്ക് പോട്ടോ. കൈക്കോട്ട് കിടന്നപ്പത്തിന് കൈക്കോട്ട് റെഡി ആക്കണം. അപ്പൊ എന്തായി? അപ്പൊ പുളിവെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പുളിവെള്ളം നമ്മളതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ചൂടാവണല്ലേ ഒരു വരി. സാറിന് അടുത്തേര് ശരിയാക്കി പാടാം. തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളിയും എല്ലാ സാധനവും, കറിവേപ്പില, പച്ചമുളക് ഒക്കെ പുളിവെള്ളത്തേക്ക് ഒഴിച്ചു കൊടുത്തു. പുളിവെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി പുളിവെള്ളത്തേക്ക് ഇട്ട് കൊടുത്തിട്ടോ. തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇനിയിപ്പോ മുളക് പൊടി ഇട്ട് കൊടുക്കണം. കാരണം 2 പച്ചമുളകെല്ലാം ഇട്ട് കൊടുത്ത് ചെറുത്. അപ്പൊ അതിന്റെ എരിവ് ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അരിക്കാകുമ്പോ തൊട്ടുവിട്ടാനൊക്കെ കുറച്ച് എരിവ് ഉണ്ടായിക്കോട്ടെ കേട്ടോ. പക്ഷെ ഉപ്പിട്ട് കൊടുക്കരുതേ. കാരണം ഉണക്കമീനാണ്. ഉണക്കമീനിൽ നല്ലോണം ഉപ്പുണ്ടാവും. ഉപ്പില്ലാത്ത ഉണക്കമീൻ ഉണ്ടാവും കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ നമ്മളെ കടയിലൊക്കെ കിട്ടുക നല്ല ഉപ്പ് ഉള്ള ഉണക്കമീനാണ്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ച് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയണം കേട്ടോ. അല്ലെങ്കിൽ തക്കാളി ഇങ്ങനെ അതേപോലെ ഇങ്ങനെയൊക്കെ ആവണില്ല. അപ്പൊ കണ്ടില്ലേ തക്കാളിയൊക്കെ കുറച്ചൊക്കെ ഉടഞ്ഞു നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ മണം മൂക്കിട്ട് കയറാം മുളകിന്റെ. ഇനി ഉണക്കമീനത് ഇട്ടു. ഇങ്ങനെ എടുത്താ ശരി കൊറേ നേരം നമ്മളെ വീഡിയോയിൽ എടുത്തു കൂടെ അപ്പൊ കണ്ടിരിക്കാൻ ഉണക്കമീന് ചോദിച്ചോണ്ട് കാണിച്ചാട്ടോ. അപ്പൊ ഇനി ഇതിലെന്താ ലാസ്റ്റ് ചെയ്യാ? ഇതിന് എന്താന്നറിയോ, ലാസ്റ്റ് ഇത് വെന്തിട്ട് ഒന്നും കൂടി വെള്ളം വറ്റിയിട്ട് അപ്പോഴേക്കും മീൻ വേവും കേട്ടോ. എന്നിട്ട് പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്ന് മേലെ ഇങ്ങനെ ഒഴിച്ചെടുക്കുക. അടിപൊളി സെറ്റാവും. അടിപൊളി. അപ്പൊ അതൊന്നും ഇനി കാണിക്കാൻ പറ്റുണ്ടാവില്ല. പക്ഷെ ഒരു കഞ്ഞി കുടിക്കുമ്പോ കാണിക്കാട്ടോ. കഞ്ഞി കുടിക്കാൻ വരാനായിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി പോയോട്ടെ. 10:30 അപ്പൊ ഇനി തിരക്കന്നെയാണ്. കഞ്ഞിയൊക്കെ ഇനി പാകാക്കി ഉപ്പൊക്കെ ആക്കി ചൂടാറാനൊക്കെ വെക്കണം. പാത്രങ്ങൾ എടുത്തേക്കണം. പിന്നെ നമ്മള് മന്തി ഉണ്ടാക്കണ്ട്. പിന്നെ മന്തിയല്ല കപ്സ ഉണ്ടാക്കണം. അപ്പൊ അതും കൂടി കേട്ടോ. അപ്പൊ രാമായണ മാസാണ്. പക്ഷെ നമ്മള് കഴിക്കൂല. എന്നാലും പണിക്കാർക്ക് നമ്മൾ കൊടുക്കാൻ നിർബന്ധം. ഞാൻ ചിലപ്പം കഴിക്കട്ടോ. ഉറപ്പല്ലേ? ഇതൊന്ന് അടച്ചു വെക്കട്ടെ. കഞ്ഞി കൊടുക്കണം കേട്ടോ. ജേഷ പാട്ട് വൈകുന്നേരം ഉണ്ടാവില്ലേ? ഉച്ച കഴിഞ്ഞിട്ട് പാടല്ലേ നമുക്ക്? ജേഷേട്ടൻ പെട്ടുണ്ട്. കഞ്ഞിടിച്ചോ, ഇരുന്ന് കഞ്ഞിടിച്ചോ. നിങ്ങൾ എപ്പോഴും ചോദിച്ചിട്ടേ തരുള്ളൂ അല്ലേ? കഞ്ഞിയെടുക്കട്ടെ. ബാക്കിയുള്ള പണിയൊക്കെ ആയില്ലേ? ഉള്ളിന്റെ പണി ചോറ് ആക്കണുള്ളൂ. കഞ്ഞി എടുത്തിട്ട് അങ്ങനെ പണിക്കാര് കഞ്ഞി പോയില്ലേ? എല്ലാരും പണിക്കാരും പോയി, അപ്പൂസും പോയി, അമ്മയും പോയി. എല്ലാരും അവിടെ കേട്ടോ. ഒക്കെ പണിക്കാരെന്ന് പറയാൻ പറ്റില്ല. ഒക്കെ നമ്മളെ ആൾക്കാരനെ. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ചോറും കറി ഉണ്ടാക്കി നിൽക്കണം. അപ്പൊ ഭയങ്കര കാറ്റ്. ഇപ്പൊ 2 ദിവസമായിട്ട് മഴ പെയ്തിട്ടില്ല. പെരും മഴ. ഇപ്പൊ കാറ്റത്ത് ഞങ്ങൾ അങ്ങോട്ട് ഓടാൻ നിൽക്കുന്നു പേടിച്ചിട്ട്. മഴ പെയ്താലും വേണ്ടില്ല, കാറ്റ് ഭയങ്കര കാറ്റ്. നമ്മൾ റബ്ബർ തോട്ടത്തിനുള്ളിലായിട്ട് ഭയങ്കര ഞാൻ അങ്ങോട്ട് ഓടാൻ നിൽക്കണ്ട. ഇവിടെ റബ്ബർ തോട്ടമായിട്ട് നമ്മളോട് നിൽക്കണില്ല. നമ്മൾ അങ്ങോട്ട് പോകണം അല്ലേ? പെരും കാറ്റ് മഴ. ഇപ്പം നമ്മളെ സ്റ്റെപ്പിൻ്റെ പണിയാണ് കേട്ടോ തുടങ്ങിയത് അല്ലേ? സ്റ്റെപ്പ് മഴയായിട്ട് ഇവിടെ ഷീറ്റ് കെട്ടിയതാണ്. അതുകൊണ്ട് ഇരുട്ടാണ്. എന്താ അപ്പൂസിന് ഭയങ്കര പണിയാട്ടോ. അപ്പൂ സിമെന്റ് ഒക്കെ കൂട്ടുക. എടുത്തോ? അപ്പൊ ഞാൻ ക്യാമറ അടിച്ചിട്ടേ പണി എടുക്കണില്ല.
മൂത്തിൻ്റെ ചോട്ടുന്നില്ല. പണി കഴിഞ്ഞു അല്ലേ? സ്റ്റെപ്പിന്റെ പണിയിലേതും കഴിഞ്ഞു. ഇനി മോള് ഷീറ്റിട്ട് നമുക്ക് കയറി കിടക്കാനുള്ള സെറ്റപ്പായി. ജനലും വെച്ച അപ്പൊ കൊറേ സമയമായി കപ്സ് ഉണ്ടാക്കി. എനിക്ക് ഇതിനാണോ തിന്നോളൂ. ഇനിയിപ്പോ നിങ്ങളും പണിക്കാരപ്പം കുറെ നേരം പണിയെടുത്തതല്ലേ. അപ്പൊ ഒന്ന് കപ്സാണ്. കപ്സ് ഉണ്ടാക്കിട്ടോ ഒന്നും നോക്കിയില്ല. അല്ല അപ്പൊ എന്താ ചെയ്യാ, നമുക്ക് പണിക്കാരെ പട്ടിണി ഇടാൻ പറ്റില്ലല്ലോ. എന്ന് ഈ കുമ്പളങ്ങ ലാസ്റ്റ് ദിവസല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്തിനും കൊടുത്തില്ലേ ശരിയാവും. എന്നിപ്പോ ഈ കുമ്പളങ്ങ പറഞ്ഞിട്ട് സാമ്പാർ പറഞ്ഞിട്ട് കൊടുക്കുമ്പോ നമുക്കൊരു ഇടങ്ങേറല്ലേ. അവർക്ക് ഭക്ഷണമാണ് ഏറ്റവും പ്രിയം അല്ലേ? അപ്പൊ എല്ലാരും ക്ഷീണിച്ചിട്ട് അപ്പൊ ഇനി കുറച്ച് എനിക്ക് കാണിക്കല്ലേ. ബാക്കി ആ മയോണൈസ് ഉണ്ടാക്കിട്ടോ എനിക്ക്. എങ്ങനെ ഉണ്ടാക്കി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചോദിക്കില്ല എല്ലാരും. ഇത് ഉരുളക്കിഴങ്ങ്, പാല്, 2 വെളുത്തുള്ളി, കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, പിന്നെ സൺഫ്ലവർ എല്ലാം കൂടി അങ്ങനെ അടിച്ചത്. അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളൊരു ദിവസം ഇന്നത്തെ. ഇനിയിപ്പോ ഇതിക്ക് എന്താ വേണ്ടത് അറിയില്ല. പപ്പടം ഉണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ കുറച്ച് ഇപ്പൊ കപ്സ് എരുണ്ടാവില്ലല്ലോ, അപ്പൊ ഞാൻ അത് എരിട്ടിട്ട് വെറുതെ ഇങ്ങനെ വെച്ചിരുത്തതാണ്. ജോലി വരട്ടല്ലേ? എല്ലാരും പോവാണ്. അതിനോടത്തി അതേ കിട്ടണല്ല. അപ്പൊ ചെറിയൊരു പാട്ടുണ്ട്. എല്ലാരും ചോദിക്കണ്ടേ പാട്ട്? അപ്പോഴാണ് കൂടും ചിലപ്പോ പാട്ടിന്. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട, കോലോണ്ടു തൊട്ടാച്ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കോലോണ്ടു തൊട്ടാച്ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട, കോലോണ്ടു തൊട്ടാച്ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. പഞ്ചാരി പാണ്ടിയും പാടുന്ന ചെണ്ട, തോളത്തു തൂങ്ങുന്ന ചെണ്ട. പഞ്ചാരി പാണ്ടിയും പാടുന്ന ചെണ്ട, തോളത്തു തൂങ്ങുന്ന ചെണ്ട. ഓട്ടു പിടിക്കാൻ അലറുന്ന ചെണ്ട, പട്ടണം ചുറ്റുന്ന ചെണ്ട. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട, കോലോണ്ട് തൊട്ടാച്ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. താളമിടുന്നോർക്കു പൊൻപണം കിട്ടാൻ തല്ലുകൊള്ളുന്നൊരു ചെണ്ട, താളമിടുന്നോർക്കു പൊൻപണം കിട്ടാൻ തല്ലുകൊള്ളുന്നൊരു ചെണ്ട. കാവുകൾ തോറും കറങ്ങുന്ന ചെണ്ട, തേവര പുൽകിയുണർത്തുന്ന ചെണ്ട. കാവുകൾ തോറും കറങ്ങുന്ന ചെണ്ട, തേവര പുൽകിയുണർത്തുന്ന ചെണ്ട. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട, കോലോണ്ട് തൊട്ടാച്ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കോലോണ്ട് തൊട്ടാച്ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. ഒന്നും വേണ്ട. ആരാരുമാവത്ത കാലത്തു ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടോ ഓടിയിടുമ്പോ കിക്കർ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയൊരൊട്ടോ വണ്ടി. ആരാരുമാവത്ത കാലത്തു ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടോ ഓടിയിടുമ്പോ കിക്കർ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയൊരൊട്ടോ വണ്ടി. എല്ലോ മുറിയ പണിയെടുത്തു കപ്പം കട്ടം കുടിച്ച കാലം, പള്ളം നിറക്കാൻ വഴിയില്ലതന്നു നടന്നൊരു കുട്ടിക്കാലം. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോ, കഷ്ടപ്പെടുന്ന മനസ്സുകളൊന്നും തിരിച്ചറിയുന്നവൻ ഞാൻ.
ആരാരുമാവാത്ത കാലത്തു ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. എൻ്റെ നിറമ്പുൾ കറുത്തൊരു പാൻറ് മുഷിഞ്ഞ ജുബയലക്കി. ഒട്ടൻ്റെ ഡിക്കിയിൽ വെച്ചത് ഓർത്തു ഞാൻ ഇന്നും കരഞ്ഞു പോകും. പേച്ചാലും മാച്ചാലും ജീവചരിത്ര മനസ്സൊന്നും മായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടങ്ങും പോവുകയില്ല. പേച്ചാലും മാച്ചാലും ജീവചരിത്ര മനസ്സൊന്നും മായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടങ്ങും പോവുകയില്ല. ആരാരുമാവാത്ത കാലത്തു ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. നൂറിൻ്റെ നോട്ടിന് പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോ ചിക്കൻ വലിച്ചെൻ്റെ കൈയും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. അടിപൊളി അടിപൊളി അടിപൊളി. അങ്ങനെ നമ്മള് എല്ലാരും ഇപ്പൊ നമ്മള് വീടിന്റെ എന്താ ഒരു വിധം അങ്ങനത്തെ പണികളൊക്കെ തീർന്നു. ഇനിയുണ്ട് ഇങ്ങനെ കാര്യപ്പെട്ട പണികള് ബോർഡ് വർക്ക് കാര്യങ്ങൾ. നമുക്ക് താമസിക്കാന്നുള്ളടത്തേക്ക് എത്തി. മഴ കൊള്ളാതെ വെയിലും മഴയും കൊള്ളാതെ. അപ്പൊ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡേ ലൈഫ് ഒരുവിധ പണികളൊക്കെ തീർന്നില്ല. ഇന്ന് വർക്കില്ലല്ലോ. രാത്രിക്കൊന്നും അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയോ ആയിക്കോട്ടെ. ഭക്ഷണം ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ ഒരു കട്ടൻ ചായ ഒതുക്കും ഞങ്ങൾ 4 മണിക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടില്ലേ വിശേഷം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് കാണാം കേട്ടോ. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ.